നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഭാസ്കരൻ എന്ന ഈ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം. ചേട്ടാ, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചാൽ ഇന്നലെ വൈകുന്നേരം 7:40 വിജയ് ഇവിടെ വന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെ മരത്തിൽ കൊമ്പിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. മരത്തിൽ ആൾ കയറിയല്ലേ? മരത്തിൽ ആൾക്കാർ കൂടുതൽ കയറി, ടെറസിൽ കയറി. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെല്ലാം താഴോട്ട് വീണു. കുറേ ആൾക്കാർ മുകളിൽ നിന്ന്, മരത്തിന്റെ മുകളിൽ നിന്നും അതുപോലെ തന്നെ ടെറസിൽ നിന്നും വീണു. ഭയങ്കര തിരക്കായിരുന്നു. ഇതിനിടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതേ പറയാവുള്ളൂ. പുള്ളി വന്ന് പറഞ്ഞ സമയം ഉച്ചയ്ക്ക് 12 മണി. പക്ഷെ പുള്ളി വന്നത് 7:40. അതാണ് ഈ കറണ്ട് പോയതിനു ശേഷമാണോ ഈ വല്ലാത്ത തോതിൽ ഉന്തുന്നല്ലുണ്ടായത്? അതെ. കറണ്ടിന് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കറണ്ട് പോയില്ലെങ്കിലും വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെ കൊമ്പി കയറി, മരത്തിൽ കയറി, ഷോക്ക് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കറണ്ട് ഓഫ് ചെയ്ത് നല്ലതാ. പക്ഷെ കറണ്ട് പോയതിനു ശേഷമാണ് ഈ ഉന്തുന്നല്ലുണ്ടായത്. ഉന്തുന്നല്ലുണ്ടായി. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ, പെണ്ണുങ്ങള്, ചെറിയ കുട്ടികളെല്ലാം വീണു, താഴോട്ട് വീണു. ഭയങ്കര സംഭവമാണ്. ഒരു ദുഃഖകരമായ സംഭവം പറയാം. വളരെ എല്ലാം വിജയുടെ രാഷ്ട്രീയം നോക്കി വന്ന ആളുകളൊന്നും അല്ലല്ലോ. ദിണ്ടിക്കൽ നിന്ന് വന്നു, എന്നോട് ഒരാൾ പറഞ്ഞ് തിരുപ്പൂരിൽ നിന്ന് വന്നിരുന്നു എന്നൊക്കെയാണ്. വിജയനെ താരത്തെ വേണം കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാർ, ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം കാണാൻ വന്നത്. ടി വിക്കാണോ? അല്ല, ടി വിക്ക് ഒന്നല്ല. കാണാൻ വന്നത് അതേപോലെ കാണാൻ വന്ന് പെട്ടുപോയ ഒരാളാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു സുരക്ഷ ഒരുക്കിയില്ലെന്ന് തോന്നിയോ? പോലീസുകാർ വളരെ കുറവായിരുന്നു. ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്ന് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. അവിടെ നിന്നുള്ള ആളുകൾ, അതായത് ബൈപ്പാസിൽ നിന്നുള്ള ആളുകൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തി. എത്തി. ആളുകൾ എത്തി. അതാ പ്രശ്നം. പിന്നെ പുള്ളി പറഞ്ഞ സമയം ഉച്ചയ്ക്ക് 12 മണി. ഇവിടെ വന്നത് 7:40. അപ്പം സമയമാകുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വന്നു, കാണാൻ വേണ്ടി വന്നു. രക്ഷപ്പെടുകയായിരുന്നു ഇവിടുന്ന്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സ്ത്രീകളാണ് കൂടുതൽ. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് മാറ്റാൻ എങ്ങനെ കഴിഞ്ഞു? പിന്നെ ആംബുലൻസ് വരാനും പ്രശ്നമായിരുന്നു. ഭയങ്കര തിരക്കായില്ലേ. ആംബുലൻസ് ഇങ്ങോട്ട് വരാനും പിന്നെ ആളുകളെ കൊണ്ട് പോകാനും പ്രശ്നമായിരുന്നു. അത്ര തിരക്കായിരുന്നു. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പോലീസുകാർക്കും, രാഷ്ട്രീയക്കാർക്കും, വിജയ് അയാൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇനി അതേപോലെ നിൽക്കണമായിരുന്നു തോന്നി. ദുരന്തം നടത്തണ്ടായിരുന്നു. ഒന്ന് വേറെ സ്ഥലം ഒന്ന് ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സംഭവിക്കില്ല.